ആ ഓൾട്രേഷൻ വാക്കുണ്ടല്ലോ, വാക്ക്, ആ വാക്ക് വലിയ പ്രധാനമാണ്. ആ വാക്കിന്റെ മറ്റൊരു ഇര കൂടി വന്നിട്ടുണ്ട്, നിങ്ങൾ കാണണം. വാക്ക് അത് പ്രധാനമാണല്ലോ. അതുകൊണ്ട് ഓൾട്രേഷൻ നടത്തിക്കൂ എന്നൊരു വാക്ക് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഓടിപ്പോയി ഓൾട്രേഷൻ ചെയ്ത മറ്റൊരു ഇരയുടെ അനുഭവം കൂടി ഇതാ നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വാക്കാണത്ര, വാക്ക്. നമ്പർ ബോർഡിന് 3000 രൂപ ഫൈൻ അടിച്ചു വന്നിട്ടുണ്ട്. എന്റെ ഡൗട്ട് എന്താന്ന് വെച്ചാലേ, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്പർ ബോർഡ് ക്ലിയർ അല്ലാതാണ്. സംഭവം നിയമം ലംഘനമാണ്. നമ്പർ ക്ലിയർ അല്ലാത്ത നമ്പറിൽ ഇവരെ എങ്ങനെ ഇത് മറ്റേ ചലാൻ അടിച്ച് വിട്ട് എന്നാണ് എന്റെ ഒരു ഡൗട്ട്. നമ്പർ ക്ലിയർ അല്ലാന്നാണല്ലോ അവര് പറയുന്നത്. അപ്പൊ നമ്പർ ക്ലിയർ അല്ലെങ്കിൽ എങ്ങനെ എന്റെ നമ്പറിലേക്ക് ചലാൻ വന്നു? പിന്നെ ഇതൊരു ക്യാമറന്നൊന്നും വന്നൊരു ഫൈനല്ല. ഇതാരോ ഒന്ന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ട് നല്ലവനായ ആരോ ഒന്ന് ചെയ്തൊരു ഉപകാരമാണ് എനിക്ക് വേണ്ടിട്ട്. അപ്പൊ എന്താ പറയാ, എല്ലാവർക്കും അറിയാലോ, നല്ലൊരു ഇതാണല്ലോ. ഹാപ്പി, സന്തോഷം. വാക്കാണല്ലോ പ്രധാനം. വാക്ക് പറയുമ്പോൾ മറന്നുപോലെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ വിശ്വാസ്യത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെ, വാക്ക് പറഞ്ഞ അത് പ്രധാനമാണ്. ആ വാക്ക് പറഞ്ഞ് കേട്ടവരുടെ അവസ്ഥയാണ് നിങ്ങൾ അതിന് തൊട്ടു മുന്നേ കേട്ടത്. എന്തൊരു ഗതികേടാണ്. കഴിഞ്ഞ ദിവസം വേറൊരു വ്യക്തി സ്വന്തം കാറിൽ നിന്ന് രാജഭരണകാലം തുടങ്ങി എന്നുള്ള നിലയ്ക്ക് ബമ്പർ ഇളക്കി കൊണ്ടുപോയി കളയുന്ന ദൃശ്യം നിങ്ങൾ കണ്ടു. 5000 രൂപ പിഴ. ഇത് നമ്പർ ബോർഡിന്റെ പേരിൽ ചെറിയൊരു ഓൾട്രേഷൻ. ആ നമ്പർ പ്ലേറ്റിന്റെ പേരിൽ 3000 രൂപ. ഒന്ന് ആലോചിക്കണേ, പിള്ളേരുടെ പോക്കറ്റിൽ ഇരുന്ന പണത്തെ എത്ര വിദഗ്ധമായിട്ടാണ് അവരറിയാതെ ഇങ്ങനെ വലിച്ചൂറ്റി എടുക്കുന്നത്. പൂമ്പാറ്റ പൂവിൽ നിന്ന് തേൻ കുടിക്കുന്നത് പോലെ ആകണം ഭരണാധികാരി ജനങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സ് മേടിക്കും. പൂ പോലും അറിയരുത് തേൻ കുടിക്കുന്ന കാര്യം. ജനങ്ങൾ അവർക്ക് ഫീൽ ചെയ്യാതെ മേടിക്കണം ടാക്സ്, ഭരണാധികാരി ടാക്സ്. മനസ്സിലായല്ലോ, വാക്കാണ് വാക്ക്. ആ വാക്ക് ഒന്നുകൂടി നിങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് സാഹചര്യത്തിനനുസരിച്ച് പറയുന്ന വാക്ക്, ആ വാക്കിനെ കൊണ്ടുള്ള കച്ചവടം എന്താണെന്ന് നിങ്ങൾ അറിയുക. വാക്കാണല്ലോ പ്രധാനം. വാക്ക് പറയുമ്പോൾ മറന്നുപോലെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ വിശ്വാസ്യത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ വാക്കും കേട്ട് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ മറ്റൊരു വാക്ക് വെച്ചിട്ട് നിങ്ങളിൽ നിന്ന് തന്നെ ഊറ്റിയെടുക്കും. ആ ഊറ്റിയെടുക്കാൻ വേണ്ടി പല വാക്കുകളും പറയും. ആ വാക്കും കേട്ട് തുള്ളിച്ചാടി പോകുന്നവർ അനുഭവിക്കുന്ന ഓരോ ഉദാഹരണങ്ങൾ കണ്ടിട്ട് തിരിച്ചറിയുക. വാക്കുകൊണ്ട് എങ്ങനെ കാപട്യം കാണിക്കാം, വാക്കുകൊടുത്ത് എങ്ങനെ കച്ചവടം നടത്താം എന്നതിന്റെ നേർസാക്ഷ്യമാണ് നമ്മുടെ പൂക്കിച്ചിരി. ആ വെളുക്കയുള്ള പൂക്കിച്ചിരിക്കു പിന്നിൽ നല്ല ചതിയും വഞ്ചനയും കൂടി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞോളൂ. ചിരിക്കാത്ത മുഖ്യനായ സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള ഒരു വാഗ്ദാനവും നൽകി ആരെയും കുഴിയിൽ ചാടിച്ചിട്ടില്ല. അയാൾ പിന്നാലെ നടന്ന് പെറ്റിയടിക്കാനും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 4 കോടി രൂപ ഈ നാട്ടിലെ ജനങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ, പല ജോലികൾ ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കിയ പണത്തെ അവർ തിന്നാതെ കുടിക്കാതെ ആ പൂക്കിച്ചിരിക്കു വേണ്ടി പൂ പോലും അറിയാതെ ഊറ്റിയെടുത്തുകൊണ്ട് പോകുന്ന ആ രീതി കണ്ടിട്ട് നിങ്ങൾക്ക് സന്തോഷമായില്ലേ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ.